രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളെ ബഹിഷ്കരിക്കുന്ന സമീപനമൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഞങ്ങളോട് കാണിച്ചത് വെച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും ബഹിഷ്കരിക്കേണ്ടതായിരുന്നു. ഞങ്ങളാരെയും അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ജനാധിപത്യത്തിൽ ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ ഞാൻ വ്യക്തിപരമായി രാഹുലിന് നേരെ ഉണ്ടായിട്ടുള്ള വ്യക്തിയാധിക്ഷേപം അതിന് എക്സ്ട്രീമായിരുന്നു. ഞങ്ങൾ ആരും മത്സരിച്ച സമയത്ത് ഞങ്ങൾക്ക് ആർക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഞാൻ രാഹുലിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ആരുടെയും സമനില തെറ്റുന്ന വ്യക്തിയാധിക്ഷേപത്തിൽ സമചിത്തതയോടുകൂടി അതിനെയെല്ലാം നേരിട്ടു എന്നുള്ളതാണ്. എനിക്ക് വ്യക്തിപരമായി മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. മറ്റൊരു സന്തോഷമുള്ളത് ഞാൻ KSU പ്രസിഡൻ്റായ സമയത്ത് KSUവിൽ ലീഡർഷിപ്പിലേക്ക് വന്ന ആളാണ് ഷാഫി പറമ്പിൽ പിന്നീട് നിയമസഭയിലെത്തി. എൻ്റെയും ഷാഫിയുടെയും കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ KSU ആയി വന്ന ആളാണ് പിന്നെ രാഹുൽ ഇപ്പോൾ നിയമസഭയിലെത്തി. ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം നിയമസഭയിൽ പോയത് ഞാനാണ് 2006. 11 ആയപ്പോഴത്തേക്ക് ഹൈബി, സാദത്ത്, ബൽറാം, അങ്ങനെ ഒരു ഷാഫി എല്ലാം ഒരു സംഘം നിയമസഭയിലെത്തി. 16 റോജി അടക്കമുള്ള ഒരു സംഘം വന്നു. തൊട്ട് മുമ്പ് ചാണ്ടി വന്നു, ഇപ്പോൾ മാത്യു വന്നു, സനീഷ് വന്നു. കുറേ ഞാൻ എൻ്റെ അച്ഛൻ ഇതിനിടയിൽ മരണപ്പെട്ടിട്ട് 5 ദിവസം കഴിഞ്ഞ് 5-ാമത്തെ ദിവസം വൈകുന്നേരം സഞ്ചയനം കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം തിരിച്ചു വീണ്ടും പാലക്കാട് വന്നതാണ്. ഞങ്ങൾക്കെല്ലാം വലിയ ഒരു നിയോഗവും വലിയ ദൗത്യവും ഉത്തരവാദിത്വമായിരുന്നു. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിൽ വീട് കയറിയതിനേക്കാൾ കൂടുതൽ വീട് കയറി. അതുപോലെ കയറിയവരുള്ള ചുമതല കൊടുത്ത എല്ലാവരും. ഞങ്ങൾ മാധ്യമങ്ങളിൽ പല വിശാരദന്മാരും വന്ന് പലത് പറയുമ്പോഴും ഉള്ളിൽ പലതും ചിരിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് അഹങ്കാരമൊന്നുമില്ല, വിനയത്തിലാണ് പറഞ്ഞത്. ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സറിയാമായിരുന്നു. അപ്പോൾ ആ കുറേ നാളത്തെ ക്ഷീണം, യാത്ര, അലച്ചിൽ, ഇന്നത്തെ മുഴുവൻ വിജയാഹ്ലാദ പ്രകടനം, പിന്നെ ഇടി, തിരക്ക്, വെയില്, ഇല്ലുമിനാറ്റി പാടി 3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുഴഞ്ഞു വീണു. അപ്പോൾ അതായിരുന്നു. ഇപ്പോൾ ആശുപത്രി പോയി ECG ഒക്കെ എടുത്തു, BP ഒക്കെ നോക്കി, ഡ്രിപ്പൊക്കെ ഇട്ടു. ഡ്രിപ്പ് ഇട്ട് പകുതി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഡോക്ടർ അനുവാദം വാങ്ങി ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഇങ്ങോട്ട് ഇവിടെ വരണമെന്നുള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്ക് എല്ലാവരും വിളിച്ചോണ്ടിത് കുണ്ട്രയാണ്. ഇത് വിളിക്കുന്നവർക്ക് മറുപടി പുള്ളി ആദ്യം ചെയ്ത് ചേച്ചിയെ വിളിച്ചു. കാരണം ഇനി വാർത്ത കണ്ടിട്ട് ആപത്താന്ന് വിചാരിച്ചു. ഞാൻ വൈഫിനെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ECG ഒക്കെ എടുത്ത് നോർമലാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ വീട്ടിലുള്ളവർ പേടിക്കുന്നുള്ളതുകൊണ്ട്. അടുത്തത് മധ്യവയസ്കനായ സ്നേഹമായി റോസ്കയൊക്കെ ഞാനന്ന് ഈ സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പം നമുക്ക് ഇഷ്ടമുള്ള നേതാക്കൾ. അതായത് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ രാഹുലിന്റെ ചാനൽ ചർച്ച കണ്ടിട്ടാണ് പ്രചോദനം ഉൾക്കൊണ്ടാണ് രാഷ്ട്രീയത്തിൽ സജീവമായത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത ഷാഫി എന്നോട് സംസാരിക്കാൻ വിളിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് പറയല്ല, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ഷാഫി സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥിക്ക് കുറേ പരിമിതികളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫി ഭയങ്കര ഫ്രീ ആയിട്ടൊരു ഇലക്ഷൻ ലീഡ് ചെയ്യാൻ ഫ്രീ ആയിട്ട് ഇലക്ഷൻ ലീഡ് ചെയ്യാൻ ഷാഫിക്ക് സാധിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയൊരു മേൽക്കൈ അഡ്വാൻറ്റേജ് ആയിരുന്നു, സത്യമാണ്. മറ്റൊന്ന് UDFൻ്റെ ചെയർമാൻ ശ്രീകണ്ഠേട്ടനും അതുപോലെ തന്നെ കൺവീനർ മൗലവിയും ഇവരുടെ ഒരു കോമ്പിനേഷൻ, UDF മറ്റ് ഘടകകക്ഷികളെല്ലാവരും ചേർന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു ഫൈറ്റ്. ആ ഫൈറ്റ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ജയിക്കാൻ വേണ്ടി ഒരു ഫൈറ്റ് ആയിരുന്നില്ല. ഞങ്ങളുടെ ഭൂരിപക്ഷം ഈ പറഞ്ഞ പോലെ തുടക്കത്തിലെ ഞങ്ങളൊരു ചലഞ്ച് 5 അക്ക ഭൂരിപക്ഷം എന്നുള്ളതാണ്. അപ്പോൾ അത് മറികടന്ന് ഒരു 18K+ എന്ന് പറയുന്ന, അതായത് 18 Pro Max ആണ് രാഹുൽ. ഇപ്പോൾ 16 Pro ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ 18 Pro Max ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ഒരു അഭിമാനത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ഒന്നുമില്ല, അവൻ നന്നായി പ്രവർത്തിച്ചുള്ളൂ. അതുകൊണ്ട് എനിക്കൊന്നുമില്ല പറയാം. ഭയങ്കര സന്തോഷം, പ്രാർത്ഥനകൾ മാത്രം. അമ്മയ്ക്ക് ഒരിക്കൽ കൂടി ഒരു അവസരം തരികയാണ്. എല്ലാവരും എന്താണ് MLA ആയ മകനോടുള്ള ടെൻഷൻ പോലെ. എനിക്ക് നീ ചോദ്യം ചോദിക്കുന്നുണ്ട്, എനിക്ക് ടെൻഷൻ. പാലക്കാട്ടുകാരോട് എന്താണ് പറയാനുള്ളത്?